ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ. അപ്പോൾ ഇവിടെ ഡെയിലി റിവാർഡ്സ് എന്നൊക്കെ എഴുതിയത് നമ്മുടെ GTA ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോയുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പോലാണെന്ന് തോന്നുന്നു. നമ്മുടെ കുറേ വെപ്പൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗെയിമിൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാലും കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പിസ്റ്റലുണ്ട്, ഒരു സ്നൈപ്പറുണ്ട്, ഒരു ബാറ്റുണ്ട്, കുറേ ഗണ്ണുണ്ട്, മെഷീൻ ഗണ്ണും ഉണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ കയ്യും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? നമുക്കിതിൽ ഡ്രസ്സൊക്കെ നമ്മുടെ GTA പോലെ തന്നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ ആ GTA 5ൻ്റെ ആ ഹാൻഡ് റൈറ്റിംഗ് ഇല്ലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ലോഗോയും. ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഏതാ ഡ്രസ്സ് ഇടണം? ഇപ്പോൾ എന്താണ്, നമുക്ക് മുടിയുണ്ടോ? അപ്പോൾ നമുക്കിതിൽ തൊപ്പിയും എല്ലാം വെക്കാം. നമുക്കിതിൻ്റെ ഇതേപോലത്തെ സാധനം ഇടാം, നമ്മുടെ കഴുത്തിക്കൂട്ട് ഇടത്തില്ല ഇന്ത്യൻസ്, അതേപോലത്തെ സാധനം ഇടാം. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറം നമുക്ക് ഇതിൽ കുറേ കാര്യം ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കോപ്പി എന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇറങ്ങിയിട്ടാണ് ഇതിറങ്ങിയത്. ഇതിന് കുറച്ചും കൂടി ഡൗൺലോഡ്സ് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മേളിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ പരസ്യം വന്ന് കിടക്കുന്നു, അതിൽ കൈ കെട്ടി അപ്പം തന്നെ ആഡ്സ് വരും. ഇതെന്താണ്? നോ സിഗ്നൽ, TV വർക്കാവത്തില്ല, സിഗ്നലും ഇല്ല. അപ്പോൾ നമുക്ക് സിഗ്നലൊക്കെ റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറേ റൂമുണ്ട്. നമ്മുടെ റൂമൊക്കെ കണ്ടു, ജോയ്സ്റ്റിക്ക് വെച്ച് നടന്നിരിക്കുന്നു. ഈ റൂം തുറക്കാം. ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ തന്നെ കോപ്പി ആയിട്ടുണ്ട്. ഇതെന്താണ്? ആഡ്സാണ് ഈ ഇതേപോലത്തെ ഗെയിംസിൽ. അപ്പോൾ നമുക്കൊരു മാപ്പുണ്ട് ഈ ഗെയിമിൽ. അപ്പോൾ ഇതൊരു ജിംനേഷ്യം ആണല്ലോ. ജിംനേഷ്യത്തിൽ AC ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മുടെ ബെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ AC. അപ്പോൾ നമ്മുടെ ഡൗൺ സ്റ്റെയർസ് ഉണ്ട്, ഇത് അപ്പ് സ്റ്റെയർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നത്. അതിന് മുമ്പ് ഇവിടെ ഒരു റൂമുണ്ട്, തുറക്കുന്നത് എങ്ങനെയാണ്? ഇതെന്താണ്? ഇതെന്ത് റൂമോ? എനിക്ക് തോന്നുന്നത് ഗരേജ് ആണെന്നാണ്. ഗരേജ്. നമുക്കൊരു സൈക്കിൾ മാത്രമേ ഇവിടെ ഉള്ളൂ. തൽക്കാലം ഇപ്പോൾ സൈക്കിൾ എടുക്കണ്ട, നമുക്ക് വേറെ വല്ലതും വണ്ടി പുറത്ത് കാണും. നമുക്ക് ഒരു ബൈക്കും ഉണ്ട്, നമുക്ക് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. നമ്മുടെ സ്വിമ്മിംഗ് പൂള് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dക്കാട്ടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പെട്ടെന്ന് ഇറങ്ങും, നമ്മുടെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ പോലെ തന്നെ. പക്ഷേ ഇവർ ലോ ഗ്രാഫിക്സ് ഗെയിം ആയതുകൊണ്ട് ലോ ഗ്രാഫിക്സിൽ ഹൈ ഗ്രാഫിക്സ് ഇടാൻ നോക്കും. അപ്പോൾ ഞാൻ തിളക്കം വരുന്നത്. ഇതെന്താണ്? നമുക്കൊരു ഫോണുണ്ട്. അപ്പം നമുക്ക് ബൈക്കിൻ്റെയും കാറിൻ്റെ ചീറ്റ് കോഡ്സ് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. മറ്റേ ഗെയിംസിലൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെ ഇത് ചീറ്റ് കോഡാണ്. അപ്പോൾ പോലീസ്, NPC അതൊക്കെ ഇതിലുണ്ട്. NPC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, പീപ്പിൾ ഇല്ലേ നമ്മുടെ ഈ രാജ്യത്ത്. അപ്പോൾ #ടാഗ് അടിക്കണമെന്ന് തോന്നുന്നു എല്ലാത്തിൻ്റെയും കൂടെ. അപ്പോൾ ഞാൻ അവനെ അടിച്ചു നോക്കട്ടെ, ഇതില്ലാന്ന് തോന്നുന്നു അടിക്കേണ്ടത്. 100 അടിക്കുമ്പോൾ 100 അടിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഒരു കാറ് വരും. ആഡാണ്. ഇപ്പോൾ 100 ഒന്നും കൂടി അടിച്ചാൽ ഫ്രണ്ട്സ് എന്തോ ഗ്ലിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. 100 എത്ര തവണ അടിച്ചിട്ട് ഒന്നും വരുന്നില്ല. തൽക്കാലം ഇപ്പോൾ ഞാൻ ഫോൺ ഇതെന്താണ്? TV റിമോട്ടൊക്കെ പോലുണ്ട് ഈ ഗെയിമിൽ. ഇതെന്താണിത് ഫ്രണ്ട്സ്? അപ്പോൾ ഈ ഗെയിമിൽ നമുക്ക് TV ഓൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പട്ടിയാണിത്. അപ്പോൾ നമുക്ക് പട്ടിയൊന്ന് വെടിവെച്ച് പോകാം. ചുമ്മാതെ ചത്തുപോകുന്നു. നമ്മുടെ പട്ടി അയൺമാനാണ്, അയൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അറിയാൻ പാടില്ല. എത്ര തവണ വെടിവെച്ചിട്ട് ഊട്ട മാത്രം വീഴുന്നു, ഒന്നും പറ്റുന്നില്ല. എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലേ സ്റ്റോറിലോട്ടൊക്കെ പോകുന്നത്? കാരണം മേളിൽ നിൽക്കുന്ന സാധനത്തിൽ കൈ തട്ടുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ജീപ്പ് എടുക്കാം. നമുക്ക് രണ്ട് കാർ ഓൾറെഡി ഉണ്ട്. ഈ ഗെയിമിൽ നമുക്ക് പൈസയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്കൊരു മാപ്പുണ്ട്, ലൈഫൊക്കെ കുറഞ്ഞ് കിടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഗേറ്റൊക്കെ ഉണ്ട്, നമുക്ക് നല്ല കാര്യം. നമ്മുടെ സെൻസർ ഗേറ്റാണ്. ഇത് ഇന്ത്യ തന്നെ. നമ്മുടെ ഈ ലോറി എല്ലാം ഉണ്ട്. ഓട്ടോറിക്ഷയുണ്ട്. ഇന്ത്യൻ വെഹിക്കിൾസൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അതൊക്കെ ഇവിടുത്തെ NPCകളും നോർമൽ ആൾക്കാരാണ്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇടിച്ചിട്ടുമ്പോൾ എന്തെങ്കിലും പറ്റും? ഇല്ലെന്ന് തോന്നുന്നു. മൈ ഗോഡ്, പറ്റും. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇടിച്ചിട്ട കുഴപ്പമില്ല. ഇതിൽ ഇടിച്ചപ്പെട്ടപ്പോൾ തന്നെ 1 സ്റ്റാറിങ് വന്ന്. എനിക്ക് തോന്നി നമ്മുടെ പ്ലേ ബാക്ക് ടു എന്ന ഗെയിം ഞാൻ ഓൾറെഡി കളിച്ചിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് പോകുമെന്ന് അറിഞ്ഞൂടാ. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ സ്റ്റാറിങ് വന്നാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണമല്ലോ. പോലീസ് എവിടുന്നാണ് വരുന്നതെന്ന് അറിഞ്ഞൂടാ.
ഇവിടുത്തെ പോലീസിൻ്റെ ഗണ്ണുണ്ടോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫ് തനിയെ കുറയുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിൽ പോലീസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ടോ പോവാണ്. എനിക്ക് മാപ്പ് ഉണ്ട്. ഓ ഇടിച്ചിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഇന്ത്യൻ പോലീസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ നമ്മുടെ ഫോറിൻ പോലീസായിരുന്നു. ഈ ഗെയിമിൽ ഇതാ ഇന്ത്യൻ പോലീസാണ്. അപ്പോൾ നമുക്ക് ഗണ്ണ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് വെടിവെക്കാം. ഇത് വേസ്റ്റഡും ആയി. നമ്മൾ കുറച്ച് നേരം കൊണ്ട് തന്നെ വേസ്റ്റഡ് ആയി. അതിൻ്റെ ഇടയ്ക്ക് ഈ പരസ്യവും വരുന്നു. കൈ തട്ടി ഇതാവുക. കാരണം നമ്മുടെ ആ വെപ്പൺ എടുക്കുന്ന സെക്ഷനിൽ തന്നെയല്ലേ ഈ പരസ്യത്തിൻ്റെ ഈ സംഭവം. മേളിൽ ഓരോ ഈ ഗെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെൽപ്പും ചെയ്തവരുടെ പരസ്യം മേളിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. നമ്മുടെ കൈ തട്ടി അത് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഡ്രസ്സ് ഇടാം. ഷോർട്സ് നിൽക്കത്തില്ലേ, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂം എന്താണ് ഇങ്ങനെ ഡൈനോസർ ജോയ്സ്റ്റിക്ക് വൺസ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് എന്താണെന്ന് അറിഞ്ഞൂടെ, സാധാ ഒരു റൂമാണ്. അപ്പോൾ നമുക്ക് ബാത്റൂം ഇല്ലേ? ഇവിടെ വലിയ കിച്ചണുണ്ട്. നമുക്ക് ബാത്റൂം ഇല്ലെന്ന് തോന്നുന്നു. ഈ റൂമിൽ ഒരു ബാത്റൂമും ഇല്ല. അവിടെ ഒരു റൂം, അതിൽ നമ്മൾ കയറിയതല്ലേ. നമ്മളപ്പോൾ ഇനി എന്താണ് ചെയ്യുക? നമ്മുടെ ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോകും ഇപ്പോൾ തൽക്കാലം. നമ്മുടെ മാപ്പൊക്കെ ഒന്ന് കവർ ചെയ്യണം. മാപ്പിൽ കുറേ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ഈ ബൈക്കിലെ ചീറ്റ് കോഡ് അടിച്ചിട്ടും വരുന്നൊന്നുമില്ല. അപ്പോൾ എന്ത് ചീറ്റ് കോഡാണ് ഇപ്പോൾ ചെയ്യിക്കുമ്പോൾ പർപ്പസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു മിഷൻസൊക്കെ നമ്മുടെ മാപ്പിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷീറ്റ് കോഡ്സ് എങ്ങനെ അടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ഗെയിമാണ് വേണ്ടി, ഇതുപോലത്തെ തന്നെ കുറേ ഗെയിംസ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഗെയിമാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്ത് ഗെയിം വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നമ്മുടെ മാപ്പ് ഞാൻ ഓപ്പൺ ആക്കി. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണിക്കുന്നുണ്ട് അവർ ഹൗസ്, വില്ലേജ്, വെഹിക്കിൾ കസ്റ്റമൈസിങ്. അപ്പോൾ ഞാൻ ഷോറൂമിലെങ്ങാണ്ട് ഞെക്കിയപ്പോൾ ഇത്രയും ദൂരമോ ഷോറൂം? ഇതെന്താണ് കടലൊക്കെ കഴിഞ്ഞു പോകുന്നത്? അറിയത്തില്ല. അപ്പോൾ എനിക്ക് കാർ ഷോറൂമാണെന്ന് തോന്നുന്നു. അതിൽ ഞാൻ എടുത്തു. പക്ഷെ കടലൊക്കെ കഴിഞ്ഞു പോകുന്നു. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ഈ കടലിൽ കൂടി പോകണം. കടലിൻ്റെ നടുക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റായിട്ടാണ് എടുത്തതെന്നാണ്. ഇപ്പോൾ ശരിയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിനെക്കാട്ടി ഇച്ചിരി കൂടി ഗ്രാഫിക്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആളിന് ഭയങ്കര തിളക്കം. ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിലും അദ്ദേഹത്തിനുള്ള തിളക്കമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ ഗെയിമിൽ തന്നെ കുറേ മോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ തന്നെ ഈ ആപ്പ് ഉണ്ടെന്ന് തോന്നി, പെഗ്ലീൻ ആപ്സ് ഇല്ലേ, പെഗ്ലീൻ ആപ്സ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് മോഡ്സ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മോഡ്സ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോറൂമൊക്കെ ഇവിടെ വരുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആ ഷോറൂമിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വഴി കാണിക്കുന്നു. നമുക്ക് ഈ ഗെയിമിൽ ഞാൻ ചാടി ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കിയതാ. നമ്മുടെ ലൈഫൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്. ഇതെന്ത് രീതി? ഇതെന്താണ്? ദിസ് അപ്പോൾ വഴി തെറ്റിയില്ല. ഇവിടെയൊക്കെ ആരാണ് ബീച്ച് സൈഡിലൊക്കെ ഷോറൂം വെക്കുക? ഷോറൂം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ ഞാൻ കളിച്ചിടുന്നതിന് മുമ്പേ, ഒരു വർഷം മുമ്പേ കളിച്ചിടുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് പണ്ടൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്ഡേറ്റ് അല്ല. പണ്ട് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ ഒരു കാർ ഷോറൂം ഉണ്ടായിരുന്നു. നമ്മുടെ വഴി തെറ്റിയെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഗെയിമിലാണ് നന്നായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ നമ്മുടെ കാർ ഷോറൂം ഇല്ല. അപ്പോൾ ഇനി ഇങ്ങോട്ട് പോകണോ? ഇതെന്താണ് നമ്മൾ കടലിൻ്റെ അകത്തൂടെയൊക്കെ പോകണ്ടേ? അറിയത്തില്ല കേട്ടോ. കടലിൻ്റെ അകത്തൂടെയൊക്കെ നമ്മൾ പോകുന്നത്. അതുമാത്രം. ഇതെന്താണ് ചാടി കിടക്കുന്ന ഇയാൾ? ഇയാൾക്ക് ചാടാനും പറ്റും, മറ്റേ ഗെയിം പോലല്ല. അപ്പോൾ ഈ കടലിനി നമ്മൾ നീന്തിപ്പോണോ അറിയത്തില്ല. നമ്മളെ മാപ്പിൽ നോക്കി കാണാം, നീന്താനാണ് വന്നിരിക്കുന്നത്. നീന്തി നമ്മൾ ശ്വാസം മുട്ടി മരിക്കുമെന്ന് ഇപ്പം എൻ്റെ പേടി. ഞാൻ എന്നാലും പോവാണ്. ഇതിന് കയറാൻ പറ്റത്തില്ലേ? ഇതെങ്ങോട്ടാണ് ഇയാൾ നീന്തിപ്പോകുന്നത്? ഇത് കയറാനും പറ്റുന്നില്ല. ഞാൻ റീവൈൻഡ് അടിച്ച് നോക്കാനാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. റീവൈൻഡ് അടിക്കട്ടെ, എങ്കിൽ റീവൈൻഡ് അടിക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചുമ്മാതെ കിടന്ന് ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ചെയ്യാണ്, റീവൈൻഡ് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ റീവൈൻഡ് അടിച്ച് ഒന്നും കൂടി വീട്ടിൽ വന്നു. നമ്മുടെ ടീഷർട്ട് ഇതുപോലെ മതിയായിരിക്കും. നമ്മുടെ അപ്പോൾ ഈ TV എങ്ങനെ ഓൺ ചെയ്യുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ. ഇത് നടുക്കി വെക്കുമ്പോൾ നടുക്കല്ലേ ഞെക്കണ്ടേ? ആണോ?
ആയിരിക്കും. നമ്മുടെ റിമോട്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ നടുക്ക് ഞെക്കിയിട്ടൊന്നും വരുന്നില്ല. നടുക്ക് ഇപ്പോൾ നോ സിഗ്നൽ എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ടി വിയിൽ ആഡ് വീഡിയോ എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ പഴയ വീഡിയോ പഴയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് എൻ്റെ ടി വിയിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഗെയിമിൽ മാത്രമേ ഈ കളിക്കുന്ന ഇന്ത്യൻ ബൈക്സ് നമ്മൾ ഒരു ഇന്ത്യൻ ടെഫ്റ്റ് സിമുലേറ്ററിൽ ടി വിയിൽ അപ്പൊ ഞാനിത് എന്റെ ഗെയിം പ്ലേ ആണ്. അപ്പൊ രക്ഷിച്ചായിരുന്നു. റോക്കറ്റ് ലോഞ്ചർ പ്രൂഫ് ആണോ നോക്കാം. ഗൺ പ്രൂഫ് വരെയാണ്. അതെന്ത് ടി വി ചില്ല് പോലും പൊട്ടിയില്ല. അപ്പൊ നമുക്ക് റോക്കറ്റ് ലോഞ്ചർ പ്രൂഫാണ്. ഓ മൈ ഗോഡ്, ഇതെന്ത് ടി വിയുടെ റോക്കറ്റ് ലോഞ്ചർ പ്രൂഫ് ടി വി. നല്ല ടി വി. അപ്പോൾ ഞാൻ ടി വി തൽക്കാലം അവിടെ ഓൺ ചെയ്തിട്ടിട്ടാണ് വന്നത്. എങ്ങനെ ഓഫ് വേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇലക്ട്രിസിറ്റി പോകും, അധികം കുഴപ്പമില്ല. ഇതിൽ നമ്മുടെ ക്യാഷൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അവസാനം ക്യാഷ് തീർന്നു പോയാൽ അതിനെക്കാട്ടിയും വലിയ പണിയാവും. അപ്പോൾ ഇതെന്താണ്? ചുമ്മാതേതോ വഴി മാതുക്കായ. ഇതെങ്ങോട്ടാണ് ഞാൻ പടം വരയ്ക്കുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കത്ത ആഡ്സും ഉണ്ട്. ഇത് ഏത് ഏരിയയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മേളിൽ കാണിച്ചിരിക്കുന്ന ഇത് ഏത് പടമാണെന്നും ഏത് സ്ഥലമാണെന്നാണ്. അവിടെ അല്ല ഞെക്കേണ്ട യഥാർത്ഥത്തിൽ. നമ്മൾ യഥാർത്ഥത്തിൽ ഞെക്കേണ്ട ഈ മാപ്പിലുള്ള പടത്തിലാണ്. മേളിൽ കാണിച്ചിരിക്കുന്ന ട്യൂട്ടോറിയലാണ്. ആ മേളിൽ കാണിച്ചിരിക്കുന്നത് ആ പടവും അതിൻ്റെ പേരും. അപ്പോൾ നമുക്ക് ആ പടത്തിലോട്ട് സെലക്ട് ചെയ്തിട്ട് പോകണം. ഞാൻ നേരത്തെ മണ്ടത്തരം കാണിച്ച ആ പേരിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്തോട്ട് ചെന്ന് പിന്നെ ഞാൻ റീസ്പോൺ അടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത്? കുറേ ദൂരം ഉണ്ടല്ലോ ഇതിനൊക്കെ. കുഴപ്പമില്ല, ഇത് നല്ല സൂപ്പർ ഗെയിമാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിനെക്കാട്ടി ഒരു 3 ലെവൽ മേലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ ഷോറൂം. ഈ ഗെയിമിന് കുഴപ്പമില്ല, അതൊരു ഗ്ലിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് പൊസിഷനിൽ നിർത്താം. നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് പോയിട്ട് ചാടുമ്പോൾ നമ്മുടെ ഡെഡ് ആവുന്നത് ലൈഫൊക്കെ കുറയത്തില്ല. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനെയില്ല. പക്ഷേ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിങ്ങിൽ ഭയങ്കര ഓവർ റിയാക്ടിങ് ആണ്. എന്നൊക്കെ കരഞ്ഞ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ കാർ ഷോറൂം. നമുക്കിതിൽ നമ്മുടെ കാർ ഷോറൂമാണ്, നമ്മുടെ ബിസിനസ്സാണിത്. അല്ല, നമുക്കിതിൽ എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയാണ് എൻട്രൻസ്? നമ്മൾ നല്ലൊരു സൂപ്പർ ഷർട്ടും ജീൻസും ഒരു റെഡ് ഷൂ. ഇതാണ് എൻട്രൻസ്. ഇത് വലിയ കൂളിംഗ് ഗ്ലാസും നല്ല ഒരു ഫ്രീക്കിനെ പോലത്തെ മുടിയൊക്കെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ ഒരു ബൈക്കും കാറും ഉണ്ട്. അപ്പോൾ ഈ കാർ ഡാമേജ് ആകുമ്പോൾ പോലീസ് വരും. അറിയത്തില്ല, ഈ ഗെയിമിൽ കത്തത്തില്ലെന്ന് തോന്നുന്നു വണ്ടിയൊക്കെ. അറിയത്തില്ല. ഈ ഗ്ലാസ് പൊട്ടുന്നില്ല. നമ്മൾ ഈ ഗെയിമിൽ റീലോഡ് ചെയ്യും. നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D റീലോഡ് ചെയ്യത്തില്ല. അതിൽ റീലോഡ് ചെയ്യാൻ ബുള്ളറ്റ്സ് പോലും ഒരു ഇൻഫിനിറ്റി ബുള്ളറ്റ്സ് ആണ് നമുക്ക്. അപ്പോൾ ഈ കാറിലൊന്നും കയറാൻ പറ്റില്ല. നല്ല കാർ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ നമ്മൾ ആദ്യം സ്പോണാവുന്നത് നമ്മുടെ വീട്ടിലെ ഏത് കാറായിരുന്നു കിടക്കുന്നത്? എനിക്ക് തോന്നുന്നു ഫോർച്യൂണറായിരുന്നാണ്. ഫോർച്യൂണറാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ഇതില്ലേ ഷോറൂമിലാണ് കിടക്കുന്നത്. ഇനി കുറേ സ്ഥലമുണ്ട്. വെഹിക്കിൾ കസ്റ്റമൈസിങ്, ഷോറൂം, പാർക്ക്, വില്ലേജ്, എയർപോർട്ട്, ജംഗിൾ. ഇതെന്താ ജംഗിൾ എന്ന് ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ജുറാസിക് പാർക്ക് ആണെന്നാണ്. അപ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് മേടിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതെന്താണ് ഇറതോ? പെട്ടെന്ന് ഇതെങ്ങാണ്ടായി. എനിക്കൊന്ന് പരസ്യം വന്നതാണെന്നാണ്. അപ്പോൾ പർച്ചേസിങ് ഇനി ഞെക്കണം. ഇത് വേറെ ബൈക്സാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു ഓൾറെഡി. അപ്പോൾ എൻ്റെ പൈസയൊക്കെ തീർന്നാണോ? അപ്പോൾ ഇങ്ങോട്ടൊരു ആരോ കാണിക്കുന്നത്. എന്തിനാണ്? നമുക്ക് ചിലപ്പോൾ ബൈക്ക് എടുക്കാനായിരിക്കും. ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? മൈ ഗോഡ്, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാറൊക്കെ ബൈക്കും ഒക്കെ മേടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പടക്കമൊക്കെ പൊടിച്ച് ഇവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നു, ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവിടുത്തെ ഓണറെല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ വെച്ച്. എനിക്കത് കവാസാക്കി ആണെന്നാണ് ബൈക്ക്. നമ്മൾ പുതിയ ബൈക്ക് മേടിച്ചു. ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ബൈക്ക് മേടിച്ചു. അവരൊക്കെ കൈ കൊട്ടുന്നുണ്ടായിരുന്നു. ഈ ഗെയിം നന്നായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയെക്കാട്ടി ഒരു മടങ്ങ് മുമ്പിലാണ് ഈ ഗെയിം. ആർക്കും പോപ്പുലറായിട്ട് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കളിച്ചു നോക്കുക. നല്ല ഗെയിമാണ്, കിടിലൻ ഗെയിമാണ്. അപ്പോൾ
നമ്മളിനി നേരെ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തോട്ട് ഇതിട്ടിട്ടുണ്ട്, നമ്മുടെ സ്ഥലത്തോട്ട് നമ്മൾ റൂട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. ആ വഴി പോവാണ്. നമ്മുടെ കാർ കസ്റ്റമൈസിങ് അങ്ങനെ എന്തോ സംഭവമാണ്. അങ്ങോട്ട് നമുക്ക് പോവാം. ഇതിൻ്റെ അടുത്തായിട്ടാണ് കാണിക്കുന്ന കാർ കസ്റ്റമൈസിങ്. ഞാൻ നേരത്തെ അതിൻ്റെ ഐക്കൺ കാണിച്ചിട്ട് അതിൻ്റെ പേര് എഴുതിയ സ്ഥലത്തിട്ട് കുത്തി വേറെ ഏതോ കടലിലൂടെ ഒക്കെ ഓടിച്ചു പോയി. സത്യത്തിൽ നമ്മൾ ആ ഐക്കൺ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ട്യൂട്ടോറിയലാണ്. അതിൻ്റെ പേര് വായിച്ചിട്ട് നമുക്ക് പോകേണ്ട സ്ഥലമാണോയെന്ന് വെച്ചാൽ ആ ഐക്കൺ നമ്മുടെ മാപ്പിലാണ് ഞെക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയൊക്കെ കസ്റ്റമൈസ് ചെയ്യത്തില്ലേ, നമുക്കിപ്പോൾ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, ബ്ലാക്കിൽ നിന്ന് റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം, റെഡ് ഇത് ബ്ലൂ ആക്കണമെങ്കിലും ടയർ മാറ്റണമെങ്കിലും ഇപ്പോൾ ചീത്തയായാലും റെഡി ആക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്കിവിടെ ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കല്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഗ്യാരേജിലോട്ടാണ് കേൾക്കേണ്ടത്. അതെ അതെ. ഇതെന്താണ്? നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വണ്ടി പുതുക്കിപ്പണിയാൻ പോവുകയാണ്. അപ്പോൾ ബോഡി കളർ ഏത് വേണം? ചുമപ്പ് വെച്ചാൽ ആ ചുമപ്പാണ് നല്ലത് കവാസാക്കിക്ക്. ഇനി ഇത് മറ്റേ ഗ്ലാസ്സാന്ന് തോന്നുന്നു. ഗ്ലാസ്സിന് ഏതാ നല്ലത്? ഏതാണ് ഇത്? തിങ്ക് ചെയ്യണം. ബ്ലാക്ക് വേണ്ട, വൈറ്റ് മതി. വൈറ്റ് അല്ലേ എല്ലാം ഗ്ലാസ്സും? ബ്ലൂ ആണ്, അല്ല വൈറ്റ്. ഇനി ഹോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഹോൺ എന്തായാലും മാറ്റിയേ പറ്റൂ. ഹോൺ പക്ഷേ ഇത് വലിയ കൊമ്പ്. ഇതൊക്കെ എന്ത് ഹോണാണല്ലേ? ഇത് ഹോൺ കൊള്ളാമല്ലോ. എല്ലാ ഹോണും കൊള്ളാം. വല്ലാത്ത ഹോണാണ് ഈ ഗെയിമിൽ. ഏത് ഹോൺ വേണം? ഞാനിപ്പോൾ ഏതോ ഒരു ഹോൺ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ഈ ഹോണാണ് സെലക്ട് ചെയ്തത്. നല്ല ഹോണാണ്. നമ്മുടെ ഈ ലോറിയുടെ ഒക്കെ ഇല്ലൊക്കെ ഇങ്ങനെ ആ ഹോണ്. ഇനി നമ്മൾ ടയർ സെലക്ട് ചെയ്യണം. ടയർ ഇപ്പോൾ ഏത് വേണം? ടയർ ഏതെടുക്കും? ഇപ്പോൾ നല്ല എല്ലാം ടയറും, പക്ഷെ നമ്മുടെ കവാസാക്കിയുടെ യഥാർത്ഥ ടയർ ഇതാണ്. ഇത് നമ്മുടെ എന്താണ് ഫ്രണ്ട് ബാക്ക് ഡിഫോൾട്ട്. ഇതെന്താണ് സെപ്പറേഷൻ? ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബൈക്കിൻ്റെ മുമ്പിലത്തെ ടയറും ബാക്കിലത്തെ ടയറും പോകുന്ന ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് റിമ്മോ ഇത് ഈ സാധനമാണ്. അപ്പോൾ ഇതിന് ഏത് കൊടുക്കണം? ഇത് മതിയോ? വേണ്ട ഇത് ഇത് മതി. ഇതാണ് നല്ലത്. അപ്പോൾ ഡ്രൈവ് കൊടുക്കുവാണ് ഞാൻ. ഇതെന്താണ്? ബ്രേക്ക് നന്നാക്കണ്ടേ? ബ്രേക്ക് നന്നാക്കിയില്ലെങ്കിൽ എന്തെങ്കിലും പറ്റും. നമ്മുടെ സ്മോക്ക് കളറാണ്. ഏത് വേണം സ്മോക്ക്? ബ്ലാക്ക് മതി. നമ്മുടെ ഇന്ത്യയിലെല്ലാവരുടെയും ബ്ലാക്ക് സ്മോക്കാണ്. ഓക്കെ, നമ്മുടെ ഗ്യാരേജിൽ നിന്ന് നമ്മൾ റെഡിയാക്കി നമ്മുടെ വണ്ടി സൂപ്പറാക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾക്ക് ഈ മാപ്പ് ഫുള്ള് ചുറ്റി കറങ്ങണം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനം. അപ്പോൾ നമ്മളിത് വില്ലേജ് എന്ന് പറഞ്ഞ ഏരിയയിലോട്ടാണ് ഇനി പോകുന്നത്. അതിനോട് എന്താണ് വില്ലേജ് എന്ന് വെച്ചാൽ വില്ലേജിലോട്ടാണ് പോകുന്നത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഗെയിം അപ്പം നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്ന ഓട്ടോറിക്ഷ വരെ ഉണ്ട് ഈ ഗെയിമിൽ. മറ്റേ ഗെയിമിലാണെങ്കിൽ നമുക്ക് സ്പോൺ ചെയ്യാനേ പറ്റൂ. ആ ഗെയിമിൻ്റെ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് സീരീസിൻ്റെ ചീറ്റ് കോഡ്സ് ആർക്കെങ്കിലും അറിഞ്ഞു തുടങ്ങി എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ കാർ ഷോറൂമാണ്. നമ്മൾ ഈ ബൈക്ക് മേടിച്ച് എന്നിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ വെഹിക്കിൾ മോഡിഫൈങ് ഉണ്ട്. മൈ ഗോഡ്, നമ്മൾ ഇതിൻ്റെ മേളിലൊക്കെ കയറിയിരിക്കുന്നത് വണ്ടിയുടെ. നമ്മുടെ വെഹിക്കിൾ മോഡിഫൈയിൽ കയറി നമ്മുടെ ബൈക്ക് റെഡിയാക്കി. നമ്മളുടെ പൈസ എല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇതാണ് ഇങ്ങനത്തെ ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്ലീസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കമൻറ്റിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഗെയിംസ് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അതെല്ലാം ഞാൻ കളിക്കുന്നതാണ്. ഏത് ഗെയിം വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ലീവ് എ കമൻറ്റ് ബിലോ. ഏത് ഗെയിം വേണമെങ്കിലും ലീവ് എ കമൻറ്റ്, കുഴപ്പമില്ല, ഞാൻ കളിക്കാം. അപ്പോൾ നമ്മൾ എത്താറായെന്ന് തോന്നുന്നു. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഹോൺ നല്ല രസമുണ്ട്. മറ്റേ അങ്ങനത്തെ ഹോണാണ്. ഭയങ്കര വലിയ ലോറിയൊക്കെ ഇല്ലേ വിളിക്കത്തില്ല, ആ ഹോണാണ് ഞാൻ അടുത്ത് എൻ്റെ ബൈക്ക് സെറ്റ് ചെയ്ത് വെച്ചത്. വല്ലതും ലോറിയുടെ മുമ്പിൽ ചെന്ന് ഈ ഹോണിട്ട് പോലീസ് വല്ലതും പിടിച്ചാൽ പിന്നെ പണിയാവും. ഈ ഗെയിമിൽ ഭയങ്കര പാടാണ്. പോലീസ് അങ്ങ് ഭയങ്കര സ്പീഡിൽ ഒന്ന് ഇടിച്ചിടും. എന്നിട്ട് ആ കമ്പ് നമ്മുടെ കയ്യിലുള്ള ബാറ്റില്ലേ അതിൻ്റെ തന്നെ കൂടിയ മുള്ളൊക്കെയുള്ള വർഷം എടുത്ത് തലമണ്ടയ്ക്ക് ഇട്ടടിക്കാൻ തുടങ്ങും. അപ്പോൾ മറ്റേ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് സീഡിയെ കാട്ടിയും ഇരട്ടി ലൈഫ് പോയി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? എന്താണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത്? ഞാൻ വഴി തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. വഴി തെറ്റി ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് കണ്ടുപിടിക്കണമല്ലോടേ. ചേട്ടാ കഷ്ടമായി.
നമ്മുടെ കവാസാക്കിയും കുഴഞ്ഞെന്ന് തോന്നുന്നു. ഇത് വില്ലേജ് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ശരിയായ വഴിയാണോ എന്ന് തോന്നിയിട്ട് നമ്മളിപ്പോൾ ശരിയായ വില്ലേജ് ആലോട്ടാണ് പോകുന്നത്. ശരിയായ വില്ലേജാണെന്ന് തോന്നുന്നതല്ല, യഥാർത്ഥത്തിൽ ശരിയായ വില്ലേജിലോട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് ഡ്രിഫ്റ്റ് അടിച്ച് വഴി തെറ്റി. അപ്പോൾ ഞാൻ വില്ലേജിൻ്റെ മെയിൻ പാർട്ടി എത്താതെ ഹാഫ് പാർട്ടി ചെന്ന് കയറിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് നമ്മുടെ എല്ലാവരും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് സീരീസിൽ നമ്മുടെ വില്ലേജില്ലേ, ആ വില്ലാസിനെ എല്ലാവരും വില്ലേജ് എന്നാണ് വിളിക്കുക. കാരണം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് സീരീസിലെല്ലാം ഭയങ്കര വലിയ ബിൽഡിങ്സ് ആണ്. ഇത് നമ്മുടെ നോർമൽ വീട്. ഇന്ത്യയിൽ എല്ലാവർക്കും ഈ വീടേ ഉള്ളൂ, വലിയ വീടൊന്നും ഇല്ല, ഈ സാധാ വീടാണ്. പക്ഷേ ഇവർ ഈ സാധാ വീടുള്ളവരെ വില്ലേജേഴ്സ് എന്ന് വിളിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര മോഡിഫൈഡ് ഇന്ത്യ എന്നാണ്. നമ്മുടെ കയ്യിലൊരു നമ്മുടെ കയ്യിൽ നല്ല നല്ല തോക്സ് ഉണ്ട്. തോക്ക് ഇത് കണ്ടോ, ഇതെന്താണ്? AK ആണോ തോന്നുന്നു. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ വില്ലേജ്. നമുക്ക് തോക്ക് പിടിച്ചേക്കാൻ വല്ല സോംബീസ് വല്ലതും ഇറങ്ങി വന്നാലോ. അപ്പോൾ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ റോക്കറ്റ് ലോഞ്ചറുണ്ട്. ഞാൻ ആദ്യത്തെ തവണ പോലീസിൻ്റെ ഡെഡായത് റോക്കറ്റ് ലോഞ്ചർ വെച്ച് അവരെ വെടിവെക്കാൻ നോക്കി. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പോലെ റോക്കറ്റ് ലോഞ്ചർ വെച്ച് വെടിവെച്ചാൽ അപ്പം തന്നെ ഡെഡോ. ഇത് GTA പോലെയാണ്, പെട്ടെന്നൊക്കെ എടുത്തു വെക്കും. മറ്റേ ഗെയിമിലാണെങ്കിൽ ഭയങ്കര സ്ലോയിങ്ങും ഭയങ്കര ഉഷിങ്ങുമാണ്. മെഷീൻ ഗണ്ണാണ് ഈ ഗെയിം അതിനെക്കാട്ടിയും ടോപ്പായതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റുണ്ട് ഈ ഗെയിമിൽ, കുറേ വെപ്പൺസ് ഉണ്ട്. പക്ഷേ നമ്മുടെ GTA 5 ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഉള്ള സ്റ്റിക്കി ബോംബ് ഇതിലില്ല. പകരമാണ് ബാറ്റ് കൊടുത്തേക്കുന്നത്. സ്റ്റിക്കി ബോംബും വലിയ ഉപയോഗമില്ല. നമ്മൾ എരുമയുടെ ദേഹത്ത് ഒട്ടിച്ച് പകുതി മണിക്കൂർ കഴിയുമ്പോഴേക്ക് എരുമയുടെ ദേഹത്ത് നിന്ന് അത് പോകും നമ്മൾ പൊട്ടിക്കുന്നതിന് മുമ്പേ. അതാണ് എൻ്റെ ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഹോണും എല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഇന്ത്യയായി ഇതൊക്കെ വേണം. നമ്മുടെ മറ്റേ ഗെയിമിലാണെങ്കിൽ ബുഗാട്ടി, ലംബോർഗിനി, ഒരിടയിൽ ബൈക്കില്ല, ഒരു സാധനം പോലും ഇല്ല. നമ്മുടെ ഇന്ത്യയായി ഒരു ഓട്ടോറിക്ഷ, ഒരു ബസ്, അതെല്ലാം വേണ്ടേ. ഇവിടെ ഒന്നുമില്ല. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. സിമുലേറ്റർ അല്ല, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സിമുലേറ്റർ അല്ലല്ലോ, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. എല്ലാം കൂടി കുഴഞ്ഞുപോയി. ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിമുലേറ്റർ. ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ഇട്ടാൽ മതിയായിരുന്നു. ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിമുലേറ്റർ എന്നുണ്ട്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങും ഇല്ല, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സിമുലേറ്ററും ഇല്ല, ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിമുലേറ്റർ. നമ്മളപ്പോൾ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. എല്ലാവരും ഒന്ന് എടുത്ത് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോറൂമും കഴിഞ്ഞ് നമ്മൾ പോയി ഇതാ കണ്ടോ, ട്രാക്ടർ വണ്ടിയൊക്കെ ഉണ്ട്, ചീറ്റ് കോഡ്സ് ഒക്കെ ഉണ്ട്. ചീറ്റ് കോഡ്സിൽ ബെസ്റ്റ് ഞാൻ മറ്റേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ പറയൂ. എനിക്ക് തോന്നുന്നു GTA 5 അല്ല, എനിക്ക് തോന്നുന്നു വൈസ് സിറ്റി സാൻ ആൻഡ്രിയാസ് ഗെയിംസില്ലേ, അപ്പോഴാണ് നമ്മുടെ ചീറ്റ് കോഡ്സ് ഇറങ്ങാൻ തോന്നുന്നത്. അപ്പോൾ ഞാനൊരാളെ ഇടിച്ചിട്ടാൽ മൈ ഗോഡ്, നമ്മൾ ബൈക്ക് ഇടിച്ചിട്ടാൽ നമുക്ക് ഇത് വരും. അയ്യോ, നമുക്ക് സ്റ്റാറിങ് വന്ന് എൻ്റെ വഴിയും തെറ്റിപ്പോയി. ഇപ്പോൾ പോലീസ് നമ്മൾ എന്തായാലും പിടിക്കും. എനിക്ക് ഒട്ടും ഉറപ്പില്ല, പക്ഷേ എന്നെ എന്തായാലും പിടിക്കും പോലീസ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാൻ പാടില്ല. പിടിച്ച് ഇനി വന്ന് അയ്യോ എടുത്തോണ്ട് പോതാ. ഒരു വലിയ ഒരു ഓഫീസ് തന്നെ അടിക്കാൻ വന്ന്. അയ്യോ എടുത്തോണ്ട് ഓടിക്കണേ. അയ്യോ എന്നെ എന്തോ ചെയ്യും. മൈ ഗോഡ്, ഇപ്പം പിടിക്കും. സ്റ്റാറിങ് പോയി ഫൈനലി. ഭാഗ്യം നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്താൻ ഇപ്പം തന്നെ സ്റ്റാറിങ് പോയി. അല്ലെങ്കിൽ ഭയങ്കര പാടാം സ്റ്റാറിങ് ഒക്കെ ആയാലേ. എനിക്ക് തോന്നുന്നു അപ്പോൾ വൈസ് സിറ്റി സാൻ ആൻഡ്രിയാസ് ഗെയിംസിലൊക്കെയാണ് ഈ ചീറ്റ് കോഡ്സ് ആക്ടിവേറ്റ്. അതായത് നമ്മുടെ സെറ്റിങ്സിൽ പോയി മെയിൻ മെനുവിലും സെറ്റിങ്സിലും പോയിട്ട് ആ ചീറ്റിനെ കോപ്പി ചെയ്ത് നമ്മുടെ ഗെയിമിലോട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ചീറ്റ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഗെയിമിൽ കിട്ടും. അപ്പോഴാണ് ഈ ചീറ്റ് കോഡ്സ് ഫേമസ് ആയത്. പിന്നെ GTA 5 4-നും അതുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 4-ൽ ഈ ചീറ്റ് കോഡ്സും ഇല്ല. നമ്മുടെ GTA 5-ലെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനപ്പോൾ ഓൺ അടിക്കുവാണ്. ഈ ഓൺ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ലോറിയുടെയാണ്. അപ്പോൾ ഞാൻ ലോറിയുടെ മുമ്പിൽ കയറിയെന്ന് ലോറിയുടെ പോയടിച്ചോ. നമ്മുടെ വീട്ടിലോട്ട് ഞാൻ കയറി, നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ GTA 5-ൽ നമ്മൾ വരയ്ക്കുന്നതല്ല, നമ്മുടെ മുമ്പിൽ സ്പോണോ. അത് ഏറ്റവും കിടുക്കാച്ച സാധനമാണ്. കാരണം ഇതെന്താണ്? ഇത് ഗ്യാരേജായിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ എന്തോ സാധനമാണെന്നാണ്. ഇത് ഗ്യാരേജ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഗ്യാരേജിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ബൈക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ GTA 5 പോലെ വരയ്ക്കുന്ന ഇപ്പോൾ മുമ്പിൽ വന്ന നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ബാക്കി ഗെയിമിലൊക്കെ വരയ്ക്കുന്നൊന്നും മുമ്പിൽ വരത്തില്ലല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു പശുവും മനുഷ്യനും ചേർന്നൊരു സാധനമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഈ സാധാ ഗെയിംസിലൊന്നും കിട്ടത്തില്ല. പക്ഷേ GTA 5 വരച്ചാൽ കിട്ടും.
നമ്മുടെ ഈ വൈസ് സിറ്റി എന്നാന്ന് തോന്നുന്നു ഇൻസ്പയർഡ് ആയിട്ട് ഈ ഗെയിംസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ചീറ്റ് കോഡ്സ് വെച്ച് ചീറ്റ് ആക്ടിവേറ്റഡ് ആയിട്ട് വരത്തില്ലേ. അപ്പോൾ നമ്മുടെ ഈ പട്ടിക്കുട്ടിയെ ഞാൻ എഴുതിപ്പിച്ച് നിർത്തി. എന്തോ പറ്റി? ഓ മൈ ഗോഡ്, നമ്മൾ പട്ടിയെ എഴുതിപ്പിച്ച് നിർത്തി നമ്മുടെ പുറകെ തന്നെ വരും. ഞാൻ അതിപ്പോഴാണ് നോക്കുന്നത്. ഇത് നമ്മുടെ ഡോബർമാനാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഇരുത്തിയേ വരത്തില്ല, പക്ഷെ നമ്മൾ എഴുതിപ്പിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയാലും നമ്മുടെ പുറകെ വരും. നമ്മൾ ഓടിയാൽ നമ്മുടെ കൂടെ ഓടും, നമ്മൾ ചാടിയാൽ നമ്മുടെ കൂടെ ചാടും. എനിക്ക് തോന്നുന്നു നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടുമ്പോൾ നമ്മുടെ ലൈഫ് കുറയുന്നുണ്ട്. ഭയങ്കര ആഴം കൂടിയ സ്വിമ്മിംഗ് പൂൾ, ദേഹവും നനഞ്ഞ്. കേത് നമ്മുടെ പട്ടി സ്വിമ്മിംഗ് പൂളിൽ ചാടത്തില്ല കേട്ടോ. നമ്മുടെ പുറകെ തന്നെ വരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ നല്ല പട്ടിയല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കിടത്താം. അപ്പോൾ ഏതെങ്കിലും നല്ല റൂമുണ്ടോ നോക്കട്ടെ. ഗാരേജിൽ കിടത്തണം. അപ്പോൾ ഈ വണ്ടിയുടെയൊക്കെ നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ കാണാൻ പട്ടിക്ക് അസുഖം പിടിക്കും. വീട്ടിൻ്റെ അകത്ത് ആൾക്കാർ കയറുന്ന സ്ഥലത്തൊന്നും ഇടണ്ട. അപ്പോൾ ഇത് ലിവിങ് റൂമാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ലിവിങ് റൂമാവുക? കയറി വരുന്ന സ്ഥലമല്ലേ. ഇവിടെ ചുമ്മാ ഇട്ടേക്ക്. നമുക്കപ്പോൾ അപ്സ്റ്റെയർസിലോട്ട് പോവാം. എൻ്റെ പട്ടിയെ കാണാനില്ല. അയ്യോ, എൻ്റെ പട്ടി എന്തിയേ? എനിക്ക് ആ റൂമിൽ ഞാൻ പൂട്ടിയിട്ടിട്ടാണ്. ഈ പട്ടിയുടെ ഒരു കാര്യം. എവിടെയുണ്ട് ഈ പട്ടി? മിസ്റ്റർ ഡോഗ്. അയ്യോ, ഈ ഡോഗ് അവിടെ പോയി. അതാ ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് ചത്തതുപോലെ കിടക്കുന്ന. എഴുതിയിട്ട് വാ. ഒരു എനർജി ഇല്ലല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഈ പട്ടിയുടെ പേര് പറയാം കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും വിളിക്കേണ്ടതല്ലേ, സ്യൂട്ടായിട്ടുള്ള പേര്. ഈ പട്ടി എന്തായിരിക്കും വരാത്ത? എനിക്ക് തോന്നുന്നു ഇതിന് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ കിടത്തണോ? പുറകെ വാ. പതുക്കെ കയറി വരണേ. ഭയങ്കര വെപ്രാളമൊന്നും വേണ്ട. വെപ്രാളത്തിൽ കയറിയാലാണ് പെട്ടെന്ന് സ്റ്റക്കാവും അത്. പതുക്കെ ചെറിയ നമ്മൾ ചാടുമ്പോൾ അത് ചാടത്തില്ല. പക്ഷെ നമ്മൾ ഓടുകയും നടക്കുകയും, നമ്മൾ നടന്നാൽ അത് നടക്കും, നമ്മൾ ഓടിയാൽ അത് ഓടും. പക്ഷെ നമ്മൾ ചാടത്തില്ല. പട്ടിക്ക് ചാടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഓടുമ്പോൾ അത് ഓടും. ഇപ്പം നമ്മൾ നടന്നേ. ഇവിടെയും വേറെ ലിവിങ് റൂം. അപ്പം നമ്മുടെ എൻ്റെ ഗെയിം ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ആണ്. ഞാൻ ടി വി നമുക്കിപ്പോൾ രണ്ട് സാധനം ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 3 ചാനൽസിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ചാനൽസ് ഓൾറെഡി വെച്ച്. ഓക്കെ അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ നടപ്പുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തോ ലാഗായിരുന്നു ഇടയ്ക്ക് വെച്ച് സ്റ്റട്ടറിങ്. പിന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അത് കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെയൊക്കെ പോകുമ്പോൾ നമുക്ക് മൊട്ടത്തലേനായിട്ട് നിൽക്കാം. മൊട്ടത്തലേനാകുമ്പോൾ ഇത് ലുക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഏതിടണം? ഇത് വേണ്ട. ഇതെന്താണ് ഇങ്ങനെ? നമുക്ക് തൽക്കാലം ഇപ്പോൾ വീട്ടിൽ നിൽക്കും. നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാതായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ആ ബട്ടൺ അങ്ങ് കുത്തിപ്പൊട്ടിച്ചേക്കും. അല്ല, സബ്സ്ക്രൈബ് ബട്ടൺ കുത്തിപ്പൊട്ടിക്കേണ്ട, ലൈക്ക് ബട്ടൺ കുത്തിപ്പൊട്ടിച്ചോ. കാരണം സബ്സ്ക്രൈബ് ബട്ടൺ കുത്തിപ്പൊട്ടിച്ചാൽ അത് അൺസബ്സ്ക്രൈബും ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്ക്, എന്നിട്ട് ലൈക്ക് ബട്ടൺ കുത്തിപ്പൊട്ടിച്ചോ. അപ്പോൾ ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ നമ്മുടെ പട്ടിയെ കിടത്താം. നമ്മുടെ ജിംനേഷ്യമേ. പട്ടിക്ക് ഇതിൻ്റെ അകത്തോട്ട് വരാൻ പറ്റില്ല. ഈ പട്ടിയും കാണാനില്ലല്ലോ. അതവിടെ സ്റ്റക്കായിരിക്കും. എന്താണിത്? മിസ്റ്റർ പട്ടി, ഇങ്ങോട്ട് വരൂ. അയ്യോ, ഇരിക്കല്ലേ. നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിലും 2 പട്ടികളുണ്ട്. പക്ഷെ അത് നമ്മളെ ഫോളോ ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. ഒരു പട്ടിയുണ്ട്. ഇതിൻ്റെ ചീറ്റ് കോഡ് എനിക്കും അറിഞ്ഞുകൂടും. അപ്പോൾ നമ്മൾ പതുക്കെ തുറന്നു കൊടുക്കുവാണ്. വേഗം കയറ്. കയറ്. അയ്യോ, അടഞ്ഞ്. ഭാഗ്യം, പട്ടിയെ തള്ളിക്കുറഞ്ഞ്. ഈ പട്ടിയെ റൂമിൽ കയറ്റാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഇരുത്താൻ. ഇതൊക്കെ ഇല്ലേ, നമ്മുടെ ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ജിം ഡോഗ് ഇല്ലേ, അതേപോലെ നമ്മുടെ പട്ടി ഇവിടെ നിർത്തി വയ്ക്കാം. ജിമ്മിൽ ആൾക്കാർ വർക്കൗട്ട് ചെയ്യാൻ വരുമായിരിക്കും. നമുക്ക് ഇതെന്താണ്, കമ്പ്യൂട്ടർ ലാബല്ല, കമ്പ്യൂട്ടർ സ്റ്റേഷൻ പോലെ എന്തോ സംഭവം. കുറേ കമ്പ്യൂട്ടർ നിരത്തി വെച്ചിങ്ങനെ ഒരു ജിംനേഷ്യം. ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഈ പട്ടി നമ്മുടെ പുറകെ തന്നെ വരുന്നു. നമ്മൾ ചാടിയ പട്ടി ചാടത്തില്ല. പക്ഷെ നമ്മൾ നടക്കുമ്പോൾ പട്ടി നടക്കും, നമ്മൾ ഓടിയ പട്ടി ഓടും. അതാണ് പ്രത്യേകത. പക്ഷെ പട്ടിക്ക് ചാടാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ മൊട്ടത്തലേനായിട്ടാണ് നമ്മുടെ ഫ്രാങ്ക്ലിനെ പോലെ. അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടറിനെ നമുക്ക് ഈ ഫ്രാങ്ക്ലിൻ തന്നെ വിളിക്കാം. അല്ലാതെ പിന്നെ എന്തോ ചെയ്യുക? പട്ടി അവിടെ അവിടെ ഇരിക്കട്ടല്ലേ. വേണ്ട. അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ പേരാണ് ഫ്രാങ്ക്ലിൻ. പട്ടിയുടെ പേരല്ല, നമ്മുടെ പേര് മൊട്ടത്തലേൻ.
നമ്മുടെ പേരാണ് ഫ്രാങ്ക്ലിൻ. അപ്പോൾ നമ്മുടെ പട്ടിയുടെ പേര് എന്താണ്? പട്ടിയുടെ പേര് എനിക്ക് തോന്നുന്നു നമുക്ക് അപ്പു എന്നിടാം. അപ്പോൾ നമ്മുടെ പട്ടിയുടെ പേര് അപ്പു, നമ്മുടെ പേര് ഫ്രാങ്ക്ലിൻ. എന്താണ്? പട്ടിയുടെ പേര് അപ്പു, നമ്മുടെ പേര് ഫ്രാങ്ക്ലിൻ. ഇവിടുന്ന് നമുക്ക് ഗ്യാരേജിലോട്ട് ഇറങ്ങാം. നമ്മുടെ പട്ടിയുടെ പേര് അപ്പു, നമ്മുടെ പേര് ഫ്രാങ്ക്ലിൻ. പട്ടിയുടെ പേര് അപ്പു, നമ്മുടെ പേര് ഫ്രാങ്ക്ലിൻ. എപ്പോഴും ഞാൻ മറന്നു പോവും. നമ്മൾ ഫ്രാങ്ക്ലിൻ, നമ്മുടെ പട്ടിയുടെ പേര് അപ്പു. ഇത് ഗേറ്റാണോ? ഇത് നല്ല മോഡിഫൈഡ് ആണ്. ഈ ഗെയിമിൽ നല്ല ഗേറ്റ് ഉണ്ട്, ഓട്ടോ. ഇത് ഇന്ത്യൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D കുറച്ചൊട്ടും പറയത്തില്ല. നല്ല സൂപ്പർ ഗെയിമാണ്. അപ്പോൾ ഇതേപോലത്തെ വണ്ടിയെ നമുക്ക് വെടി വെക്കാമോ? ഓ മൈ ഗോഡ്, നമുക്ക് 2 സ്റ്റാറിങ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യുവാണ്. നമ്മൾ പണിയിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.